അതായത് കപ്പലിനെയൊക്കെ ഒന്ന് നിർത്തിയിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം. ഇപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഈ നങ്കൂരം ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ളത് അല്ലേ. കപ്പലൊക്കെ പിടിച്ചു കെട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ആടി ഒലഞ്ഞു പോവാതെ അതിൻ്റെതായ ഒരു സേഫ് പ്ലേസിൽ നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നങ്കൂരം എന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി കപ്പൽ എന്തിനാ ഉണ്ടാക്കിയേ? നങ്കൂരം കൊണ്ട് പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടാണോ? അല്ല അല്ലേ. അത് കടലിലൂടെ അങ്ങനെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ദൂരം പോവാനുണ്ട് ഈ കപ്പലിന്. അപ്പം നമ്മൾ ഈ ഒരുപാട് ദൂരം പോകാനുള്ള കപ്പലിനെ സേഫായിട്ട് നിർത്താൻ വേണ്ടി നങ്കൂരം ഉപയോഗിക്കുന്നു. അപ്പം ഇവിടെ നമുക്ക് ഇതിനെ നമ്മൾ ജീവിതത്തിലേക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. നമ്മളും ചില നങ്കൂരത്തിൽ അകപ്പെട്ടവരാണ്. അതായത് ഇപ്പം സേഫായി നിൽക്കാൻ വേണ്ടി ഈ നങ്കൂരം സേഫ് ആണെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെ സേഫ് ആക്കാൻ, അല്ലെങ്കിൽ നമുക്ക് സേഫായിട്ട് നിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനം, ലൈക്ക് ഒരു കംഫർട്ട് സോണിനെയാണ് നമ്മളിവിടെ നങ്കൂരം എന്ന് പറയുന്ന സംഭവം നമ്മളെ ലൈഫിലേക്ക് വരുമ്പോൾ. അപ്പം നമുക്ക് വരുന്നത് വെച്ചാൽ ഒരു ഇപ്പം പേടി, എന്താകും, അല്ലെങ്കിൽ എങ്ങനെ മറ്റുള്ളവർ അത് എടുക്കും, അങ്ങനെയൊക്കെയുള്ളൊരു പേടി ഉണ്ടാകാം. അതുപോലെ കോൺഫിഡൻസ് ഇല്ലായ്മ, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു നമ്മളെ ലൈഫിലേക്ക് വരുമ്പം നങ്കൂരമായി മാറുന്നുണ്ട്, പല പേടികൾ. അപ്പം നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് തന്നെ നമ്മൾ തന്നെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കാം, നമുക്ക് ആക്ച്വലി അതുണ്ടോ, നമ്മളെ ലൈഫിലുണ്ടോ എന്നുള്ളത്. ഏതെങ്കിലുമൊക്കെ ഒരു പാർട്ട് എത്തുമ്പോൾ അത് വരും. നമ്മൾ തോറ്റു പോവുമോ, നമ്മൾ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സേഫ് സോണ് വിട്ടിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുമോ, ഇല്ലെങ്കിൽ നമ്മൾ ലൈക്ക് വേറെ എവിടെയെങ്കിലും പോയി നമ്മൾ അറിയാത്തടത്തൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് നമുക്കത് ഓക്കെ ആയിരിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി തിരിച്ച കാര്യങ്ങൾ നന്നായിട്ട് മുന്നോട്ട് പോകുമോ? ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള നമ്മളെ പേടികൾ. അപ്പം നമ്മളെ ലൈഫിനെ കുറിച്ച് പറഞ്ഞ് ഈ നങ്കൂരം ഇതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ആയിട്ട് തോന്നി. നമ്മളെ ലൈഫിൽ നിന്നും ഈ ഒരു നങ്കൂരത്തിനെ എടുത്ത് പൊന്തിച്ചാൽ ഒരുപാട് ദൂരം നമുക്കും പോകാനുണ്ട്. നമ്മളെ ലൈഫിന് ഒരുപാട് മുന്നോട്ടേക്ക് നമുക്ക് കൊണ്ടുപോകാനുണ്ട്. ഇപ്പം കപ്പൽ മുന്നോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഈ നങ്കൂരം എടുത്ത് പൊക്കണം, എങ്കിലാണ് കപ്പൽ മുന്നോട്ടേക്ക് പോവുള്ളൂ. അത് എത്ര ദൂരം പോകും? മൈൽസ് ആൻഡ് മൈൽസ്. സെയിം ഇൻ ദ ലൈഫ് ഓൾസോ. ഈ ഒരു സംഭവം എടുത്ത് പൊക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലും ഒരുപാട് പോവാനുണ്ട്, ഒരുപാട് വളരാനുണ്ട്, ഒരുപാട് വൈഡ് ഏരിയാസ് കാണാനുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു സെഷൻ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. എല്ലാം കൊണ്ടുപോകണം എന്ന് പറയുന്നില്ല, പക്ഷെ ഈ ഒരു കാര്യം നമ്മളെ ലൈഫിലെ നങ്കൂരം എന്താണ്, അല്ലെങ്കിൽ ഏതാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ചിന്തിക്കുക, റിയലൈസ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു സംഭവത്തിന് എടുത്തു പൊക്കുക, മുന്നോട്ടേക്ക് കപ്പൽ പോകുന്നത് പോലെ എല്ലാം താണ്ടി എല്ലാ ചലഞ്ചസിനെയും ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക.